ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റാഡിഷ് അഥവാ മുള്ളങ്ങി കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഒരു റാഡിഷ് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബ്സായി എടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ അല്ലി ഇഞ്ചി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, കായപ്പൊടി, ആവശ്യത്തിന് കുറച്ച് വെള്ളം, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയാണ് ഈ ഫ്രൈക്ക് ആവശ്യമുള്ള സാധനം. ഇനി നമുക്ക് ഈ റാഡിഷ് ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. റാഡിഷ് എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇനി നമുക്ക് ക്യൂബ്സായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. 4 കട്ട് ചെയ്യുക, അന്നേരം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. റാഡിഷ് അഥവാ മുള്ളങ്കിയെല്ലാം അരിഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിൻ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. കടായി വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഫ്രൈക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് പച്ചമുളകും സവാള അരിഞ്ഞതും ചേർക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിക്കാം. ചെറുതായി വാട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് റാഡിഷ് ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം, ഈ സ്പൂണിന്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടപ്പൊന്ന് തുറക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആകും. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. റാഡിഷ് എല്ലാവരും നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ആകും. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന്
ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. സമയം ഉപ്പെല്ലാം കറക്റ്റാണ്. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ റാഡിഷ് ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ലാസ്റ്റ് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. റാഡിഷ് അഥവാ മുള്ളങ്കി ഫ്രൈ റെഡി. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. തണുത്ത ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.